Tread softly, for we are treading on the dreams of a sensitive society of outcasts here in Thiruvananthapuram. But if you are searching where else you can find this level of happiness among the disabled, your search will be long and hard. Right from the beginning of a recorded history, different castes, religions, and races in different climes have treated the differently abled differently. പ്രധാനപ്പെട്ട ഭിന്നശേഷിക്കാരിൽ നമ്മൾ പറയുന്നത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെൻ്റലി റിട്ടാർഡേഷൻ, ഡൗൺ സിൻഡ്രോം ഇങ്ങനെയുള്ള ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള എല്ലാ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ വിഷമത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഓട്ടിസവും സെറിബ്രൽ പാൾസിയും. ചില ഓട്ടിസം ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം കുട്ടികളെ കണ്ടാൽ നോർമലായി തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. എനിക്ക് 2 കുട്ടികൾ, ഒരു മോനും മോളും ഉണ്ടായിരുന്നു. അവർക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫിറ്റ്സ് വരുമായിരുന്നു. അബയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഞങ്ങൾ ഒരു 1.5 വയസ്സ് കഴിയുമ്പോഴാണ് ഈ മോനിലുള്ള വ്യത്യാസങ്ങൾ, അതായത് അവൻ സംസാരം നിർത്തി, ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എന്തോ മാറ്റം വന്നല്ലോ എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. എൻ്റെ മകൻ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാനൊക്കെ ഇത് പുറത്ത് പറയാനായിട്ടുള്ള ഒരു മടിയുണ്ടായിരുന്നു. അതായത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുട്ടി ഇങ്ങനത്തെ കുട്ടിയാണ് എന്നുള്ള ഒരു തോന്നൽ, ഒരു ഷെയിമായിട്ട് കരുതിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഒരു പേരൻറ്റ് അല്ലെ രക്ഷിതാവിനെ സംബന്ധിച്ച് ഒരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ ശാപമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. ആദ്യമൊക്കെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ വെല്ലൂർ ചെന്നാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൺസൾട്ടേഷനിലൂടെയാണ് ഇങ്ങനെ ഓട്ടിസം എന്നൊരു അസുഖത്തെപ്പറ്റി അറിയുന്നത്. അന്നൊക്കെ ഞാനും ഭാര്യയൊക്കെ വളരെയധികം മാനസിക ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച സമയമാണ്. പിന്നീടാണ് ഞങ്ങൾ സ്വയം മനസ്സിലാക്കി ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നും അങ്ങനെയാണ് പിന്നെ ആ കുട്ടികളുമായിട്ട് ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വരാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പയർമെൻ്റ് എന്ന് പറയും. ഒന്ന്, അതായത് ഒരു ക്ഷതം, അത് കൂടുതലും ന്യൂറോളജിക്കൽ നെർവിൻ്റെ ക്ഷതങ്ങളാണ്. അതിനെ എന്തായിട്ട് പോകരുത്, ഒരു ഡിസബിലിറ്റി ആയിട്ട് പോകാതിരിക്കുന്നതിനെയാണ് ഹാബിലിറ്റേഷൻ എന്നൊരു വാക്ക്. പക്ഷെ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ഹാൻഡിക്യാപ്പിലേക്ക് പോകും. നാഡീവികസന പ്രക്രിയയുടെ പശ്ചാത്തലത്തിൽ ഭൗതിക വികസന വൈകല്യം എന്നത് ഭൗതിക ക്ഷമതയിലുള്ള കുറവും ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ തരത്തിൽ പെരുമാറാൻ കഴിവില്ലാത്ത അവസ്ഥയുമാണ്. ഈ അവസ്ഥ ആശയപരമായ വൈദഗ്ധ്യത്തെയും സാമൂഹികമായ പ്രവർത്തനക്ഷമമാകേണ്ട കഴിവുകളെയും പരിമിതപ്പെടുത്തുന്നു. ഈ വൈകല്യങ്ങൾ കുട്ടിയുടെ വികസന കാലഘട്ടത്തിൽ, അതായത് 22 വയസ്സിനുള്ളിൽ രൂപപ്പെടുന്നു. ഭൗതിക വൈകല്യം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ടവ ജനിതക കാരണങ്ങളുണ്ട്. അതിന് ഉദാഹരണം ഡൗൺ സിൻഡ്രോം. അതുകൂടാതെ പ്രസവ സമയത്തെ സങ്കീർണതകൾ, ഉദാഹരണത്തിന് സീക്ക വൈറസ് ഇൻഫെക്ഷൻ, പ്രസവ സമയത്ത് കുഞ്ഞിനുണ്ടാവുന്ന ഓക്സിജൻ്റെ അഭാവം, അതുകൂടാതെ പ്രസവശേഷം ഉണ്ടാവുന്ന മെനിഞ്ചൈറ്റിസ് പോലുള്ള അവസ്ഥകൾ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഓട്ടിസം, മറ്റ് ഡെവലപ്മെൻ്റൽ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളിൽ അസുഖത്തോടനുബന്ധിച്ച് തന്നെ കാണാവുന്ന ഒരു പ്രശ്നമാണ് അപസ്മാരം. അപസ്മാരം എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക അസുഖമാണ്. അപസ്മാരത്തിനുള്ള ചികിത്സയ്ക്ക് ഇപ്പോൾ വാഗൽ നെർവ് സ്റ്റിമുലേഷൻ, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തുണ്ടാകുന്ന ഒരു നെർവാണ് വാഗസ് നെർവ്. അതിന് ആ നെർവിലേക്ക് ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻസ് വെച്ചിട്ട് ടൈം അനുസരിച്ച് ചെറിയ തരത്തിലുള്ള കറണ്ട് കൊടുത്ത് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമുണ്ട്. അത് നമുക്ക് ടെക്നോളജികൾ ഇപ്പോൾ ഉപയോഗപ്രദം. പേരൻസിന് എല്ലാ സ്റ്റേജിലും ഇമ്പയർമെൻ്റ് ഉള്ളപ്പോൾ ഡോക്ടറുടെ ആവശ്യമുണ്ട്, ഡിസബിലിറ്റി വരുമ്പോൾ തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അത് കഴിയുമ്പോൾ സോഷ്യൽ വരാതിരിക്കാൻ ടീച്ചേഴ്സിൻ്റെയും മറ്റ് സഹായങ്ങൾ വേണം. ഇനി എങ്ങനെ നമുക്കിത് തടയാം എന്നതിനെപ്പറ്റി 2 വാക്ക്. എല്ലാം തടയാൻ പറ്റത്തില്ല, പക്ഷെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തടയാം. അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡൗൺ സിൻഡ്രോമാണ്. അമ്മയ്ക്ക് പ്രായം കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് മുമ്പായിട്ട് ഗർഭിണിയായിക്കഴിഞ്ഞ് ചില ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അത് ബേബിയുടെ ചുറ്റുമുള്ള വെള്ളമെടുത്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട്. ജനറ്റിക് കോസ് നമുക്കിപ്പോൾ നേരത്തെ തന്നെ ഏകദേശം കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ഓട്ടിസം, അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ക്രോമസോം അബ്നോർമാലിറ്റി എന്ന് പറയുന്ന ജനറ്റിക്കിനെ 100% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
എങ്ങനെ തടയാമെന്ന് പറഞ്ഞാൽ 2 കാര്യം കൂടെ ഓർക്കണം. ഒന്ന്, റുബെല്ല എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ കൊണ്ട് കണ്ണ് പോകാം, കാത് പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ റുബെല്ല വാക്സിനേഷൻ കൊടുക്കുന്നത്. അതിലും പ്രധാനമാണ് ഗർഭിണിയാവുന്നതിന് മുമ്പ് കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് കഴിക്കണം, 5 മില്ലിഗ്രാം. ഈ ഫോളിക് ആസിഡ് ആദ്യത്തെ 24 ദിവസത്തിനകം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിന് തലച്ചോറിനും സ്പൈനിനും ഒക്കെ നട്ടലിനകത്തുള്ള മജ്ജയ്ക്കൊക്കെ കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. 5 കാര്യം അറിയാമെങ്കിൽ സ്വന്തം കുഞ്ഞിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് അമ്മയ്ക്ക് കണ്ടുപിടിക്കാം. അതായത് കുഞ്ഞിന് 2 മാസമാകുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കണം, 4 മാസമാകുമ്പം കഴുത്തുറയ്ക്കണം, 8 മാസമാകുമ്പോൾ ഇരിക്കണം, 1 വയസ്സാകുമ്പോൾ നിൽക്കണം, കാണുന്നു, കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് അമ്മ ഉറപ്പ് വരുത്തണം. ഇതിനാരുടെ ആവശ്യമില്ല, അമ്മയ്ക്ക് ചെയ്യാം. മാസം തികയാതെ പ്രസവിച്ചു അല്ലെങ്കിൽ തൂക്കം കുറയാതെ പ്രസവിച്ചാൽ നഴ്സറി കിടക്കും. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുട്ടി ആക്റ്റീവാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്റ്റീവാണോ, പാല് കുടിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, അതാണ് അമ്മ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ തലച്ചോറിൻ്റെ ചെയ്യണം. കാരണം അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം നാളെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ. ഇംഗ്ലണ്ടിലോ അമേരിക്കയിൽ പോയാൽ ഇവിടെ ഉള്ള അത്രയും ഫെസിലിറ്റി ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം അവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ആ ഫെസിലിറ്റി കിട്ടാൻ. അവർ റിസർച്ച് നടത്തുന്നുണ്ട്, വലിയ സെൻറ്ററിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടിൻപുറത്ത് അവൈലബിൾ അല്ല. അത് വെച്ച് നോക്കുമ്പോൾ കേരളമാണ് ലോകത്തെ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സർവീസിന് വേണ്ടത്ര ക്വാളിറ്റി ഇല്ല, അത് റെക്കോർഡ് ചെയ്യുന്നില്ല, പേരൻസിനെ ഇൻവോൾവ് ചെയ്യത്തില്ല. ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് 2001 മുതൽ പ്രത്യേകം ഫണ്ട് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ട്. അത് ആദ്യം 5%, അത് 2012 മുതൽ 10%. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, ജില്ലാ പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത് വഴി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എല്ലാം ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യണം. ആ വിഭാഗങ്ങളുടെ സ്റ്റാറ്റസ്, ഡിസബിലിറ്റിയുടെ സ്റ്റാറ്റസ് എന്താണ് അത് മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ് നിബന്ധന. അങ്ങനെയാണ് ബഡ് സ്കൂൾ തുടങ്ങിയത്. ഇന്ന് അത് വലിയ പ്രസ്ഥാനമായിട്ട് മാറി. 98 ഈ സ്ഥാപനം തുടങ്ങിയത്. 2004 ആയപ്പോഴത്തേക്ക് ആണ് ഒരു ചെറിയ റൂമിലായിരുന്നു പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഈ സ്ഥാപനം തുടങ്ങിയത്. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വരുമ്പോഴത്തേക്ക് എങ്ങനെ അവരുടെ ഉപജീവനോപാധി മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പിന്നെ തുടർന്ന് ഞങ്ങൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ബഡ് സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്കിവിടെ നൽകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് നോട്ട് പാഡ്, ഓഫീസ് ഫയൽ, പേപ്പർ പെൻ, ജെൽ ക്യാൻഡിൽ, ഇത് വളരെ വ്യാപകമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് തൊഴിൽ ചെയ്യാൻ വില്ലിങ് ആയ പാരൻറ്റിനെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു 2 യൂണിറ്റ് ഉണ്ടാക്കി. 5 വെച്ചിട്ടുള്ള പാരൻറ്റ് യൂണിറ്റ് ഉണ്ടാക്കി. അത് കരുണ ME യൂണിറ്റ് എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ഭിന്നശേഷി മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ CMR മുറിഞ്ഞപാലം. കേരളത്തിലെ ബുദ്ധിമാന്ദ്യ രംഗത്ത് ഏറ്റവും ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഫെലിക്സ് അച്ഛനാണ്. അച്ഛൻ ആദ്യം തുടങ്ങിയ സ്കൂൾ ബോർഡിംഗ് സ്കൂളായിരുന്നു. ഇപ്പോൾ ഒരു സ്കൂളുകളും ബോർഡിംഗ് സ്കൂളായിട്ട് തുടങ്ങാനായിട്ട് താല്പര്യമില്ല. കാരണം അച്ഛൻ പറയുന്ന ബോർഡിംഗ് വീട്ടിലായിരിക്കണം, കുഞ്ഞുങ്ങൾ പേരൻസിൻ്റെ സഹോദരൻ്റെയും കൂടെ വളരണം, പിന്നെ സ്കൂളിൽ വന്ന് പഠിച്ചു പോകണമെന്നുള്ളതാണ്. സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ അക്ഷരം എഴുതി പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ കുട്ടികളെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഇവരെ പര്യാപ്തരാക്കുക എന്നുള്ളതാണ് അച്ഛന് പ്രാധാന്യം കൊടുത്തത്. കഴിവ് കുറഞ്ഞവരായിട്ട് ആരുമില്ല. അവരുടെ കഴിവ് മനസ്സിലാക്കി ആ കഴിവിനെ വികസിപ്പിച്ചു കൊണ്ടുവരിക. വി ആർ ഓൾസോ ലൈക്ക് യു, നോട്ട് ലെസ് ദാൻ യു. ഇതാണ് അച്ഛൻ്റെ പോളിസി. അച്ഛൻ്റെ ആപ്തവാക്യമായിട്ട് അച്ഛൻ ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പിലെ 4 or 5 ഫാമിലിയെ ഒന്നിച്ച് കൂട്ടും. അച്ഛനും അമ്മയും മാത്രം പോരാ, സഹോദരനും സഹോദരിയും ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെയും കൂടി കൊണ്ടുവന്ന് ഈ കുട്ടികളുടെ കഴിവ് എന്താണ്, ഇവരുടെ പ്രോബ്ലം ഒന്നിച്ച് ഷെയർ ചെയ്ത് ആ രീതിയിൽ ഇവരെ പരിശീലിപ്പിച്ച്, അപ്പം പേരൻസ് തമ്മിൽ ഷെയർ ചെയ്യുമ്പം പറയും, എൻ്റെ കുഞ്ഞിന് മാത്രമല്ല പ്രോബ്ലം, മറ്റേ ആളിനും ഉള്ള പ്രോബ്ലമുള്ള കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ പ്രോബ്ലം നിസ്സാരം. അങ്ങനെ ഷെയർ ചെയ്യുമ്പം അവരുടെ ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് അവർ സമാധാനത്തോടെ പോകുമായിരുന്നു. ഏഞ്ചൽസ് വേൾഡ് എന്ന പേരിൽ പാറ്റൂർ ട്രിവാൻഡ്രത്ത് സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു പുതിയ ട്രെയിനിങ് മെത്തേഡ്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് കൊണ്ടുപോവുക, കളിക്കാൻ കൊണ്ടുപോവുക, ചിലർക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം വളരെ 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 വലിയ വ്യത്യാസങ്ങൾ ഇവരിൽ വന്നു തുടങ്ങി. ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ പോലും കഴിയില്ലാത്ത കുട്ടികളാണ് ഏറെ. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരിശീലനം നൽകുകയും ഒരു സാധാരണ കുട്ടിയെപ്പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പരിവാർ കേരള ഉദ്ദേശിക്കുന്നത് MR, ഓട്ടിസം, സെറിബ്രൽ പൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി
ഇതോട് ചേർന്നുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുകയും എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. ശ്രദ്ധ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ ഒരു മകളുണ്ട്. അതുപോലെ ഈ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എല്ലാം പാരൻസ് തന്നെയാണ്. സ്പെഷ്യൽ പാരൻസിൻ്റെ ഒരു അസോസിയേഷനാണിത്. നമ്മൾ ശ്രദ്ധ ചാരിറ്റബിൾ സൊസൈറ്റി എയിം ചെയ്യുന്നത് ഒരു റെസിഡൻഷ്യൽ, കാരണം ഞങ്ങൾക്കെല്ലാം ഈ സ്പെഷ്യൽ പാരൻസിനെ സംബന്ധിച്ചിട്ടുള്ള ആവലാതി എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ശേഷം എന്നുള്ളതിനേക്കാളും നമ്മൾ കുറച്ചും കൂടെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ കിടപ്പിലായിപ്പോയാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ട്. 1965 ആരംഭിച്ച സ്ഥാപനമാണ്. അന്ന് 12 കുട്ടികളുമായിട്ടാണ് ഈ സ്ഥാപനം തുടക്കം കുറിച്ചത്. ഇന്ന് 13,000-ൽ കൂടുതൽ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനിടയിൽ ഒട്ടേറെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടികളെ പുറത്ത് കൊണ്ടുവരികയും 10-15 കുട്ടികളിൽ കൂടുതൽ പേർക്ക് നമുക്ക് പ്ലേസ്മെൻറ്റ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഇതിൽ. മികച്ച കലാപ്രവർത്തനങ്ങളിലും കായിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ കുട്ടികൾക്ക് ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ അതിനൊക്കെ മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് സ്റ്റാഫിന് തന്നിട്ടുള്ളത്. 2 പ്രോജക്റ്റുകളാണ് നമ്മൾ വൊക്കേഷണലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും പിന്നെ ഒന്ന് സ്റ്റിച്ചിങ്. ഈ ക്ലാസ് ആക്ടിവിറ്റികൾക്കും അക്കാഡമിക്സിനും പുറമെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തെറാപ്പി സൗകര്യങ്ങളും നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. 2019 ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കലാകായികത്തിലൂടെയുള്ള ഭൗതിക മാറ്റം വരുത്തുക എന്നുള്ളതാണ്. 8ഓളം വേദികളിലായി കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിച്ച് അവരെ വളർത്തി ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളെ സാധാരണ കുട്ടികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കലാപരമായ ഏത് കാര്യത്തിലാണോ കഴിവുള്ളത് അതിലേക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയും ആ ക്ലാസ്സിലേക്ക് അവരെ മാറ്റുകയും അത് അവരെ പഠിപ്പിച്ച് അത്തരത്തിൽ അവരുടെ സാധാരണ കുട്ടികളെ പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് മുതുകാട് സാറിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വഴിയെ പോകുന്ന സമയത്ത് ഒരു ഭിക്ഷ അടിക്കുന്ന ആളിനെ കാണുമായിരുന്നു. അദ്ദേഹം ഭയങ്കര നല്ല പെരി വെയിലത്തിൽ നിന്ന് ഇങ്ങനെ ഭിക്ഷ എടുക്കുമായിരുന്നു. അങ്ങനെ അച്ഛന് വിഷമം തോന്നി. അച്ഛൻ കൂടെ പോരുന്നെന്ന് ചോദിച്ച ആൾ കൂടെ വന്ന്. അങ്ങനെയാണ് അച്ഛൻ ഒരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങാമെന്ന്, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തുകൂടാ, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുവാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്ത് കൊടുത്തുകൂടാ എന്നുള്ളൊരു തോന്നലുകൊണ്ട് അച്ഛൻ ചെയ്തതാണ്. പിന്നെ ഇവിടെ 50ഓളം കുട്ടികൾ മാത്രമല്ല വൃദ്ധരും സ്റ്റാഫ് ഉൾപ്പെടെ 50ഓളം ആൾക്കാരുണ്ട്. അവരെല്ലാം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പോയി വരുന്നവർ കുറവാണ്. പിന്നെ പാരൻസ് ഉള്ളവരുണ്ട്, പാരൻസ് ഇല്ലാത്തവരുണ്ട്. നമ്മൾ തന്നെ അവരെ കാര്യങ്ങൾ നോക്കണമെന്നുള്ളവരുണ്ട്. പാരൻസ് ഇല്ല, ചിലർക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട്. ചിലപ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് ആയിരിക്കും, അമ്മ മാത്രം കാണും. പക്ഷേ അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പാരൻസുമാണ്. മിസ്സസ് PRS പിള്ള ഒരു ട്രസ്റ്റ് തുടങ്ങി ഈ സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു. 1978 ആരംഭിച്ചതാണ്. പിൽക്കാലത്ത് പിന്നെ ആ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ മാഡത്തിനും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം നായർ സർവീസ് സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയുമാണ്. ചില അമ്മമാർക്കൊരു പ്രാർത്ഥനയുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിക്കണം. അങ്ങനെ ഒരമ്മയ്ക്കും പ്രാർത്ഥനയില്ലാത്ത, ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇല്ലാത്തൊരു കേരളം എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതാണ് നമ്മൾക്ക് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, സെർബിൾ പോളിസി എന്നൊക്കെയുള്ള ആ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്കാർക്കും ഒരു സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. NGOs, അതായത് രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ അഡൾട്ട്സ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനങ്ങൾ തുടങ്ങാം. പക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നമാണ്. ഞാൻ പ്ലാനിംഗ് ബോർഡിലുള്ള സമയത്ത് ഞങ്ങൾ 9 മോഡൽസ് ഓഫ് അസിസ്റ്റഡ് ലിവിങ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അതായത് ഡിസബിലിറ്റീസ് ഉള്ള 25-26 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് അസിസ്റ്റഡ് ലിവിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനൊരു 9 മോഡൽ നമ്മൾ സൃഷ്ടിച്ചു. ഇന്ന് ഉള്ള ഒരു മോഡൽ നമ്മൾ കാണുന്നത്, കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങൾ അവർ കുറേ പേര് കൂടെ ഒരുമിച്ച് ചേർന്ന് കുറച്ച് സ്ഥലം എവിടെയെങ്കിലും വാങ്ങി അവിടെ ആ കുടുംബങ്ങളും കൂടെ ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ആ ഒരു കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് ഇന്ന് നമുക്ക് കേരളത്തിൽ 1-2 സ്ഥലത്തുള്ളത്. ആ മോഡൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർ ആയിട്ടുള്ള
18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരുടെ റീഹാബിലിറ്റേഷനാണ്. ഭിന്നശേഷിക്കാരെ പ്രത്യേകിച്ചും ബൗദ്ധികമായ വെല്ലുവിളികൾ നേരിടുന്ന നാഷണൽ ട്രസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഓട്ടിസം, സെർബൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിവയിൽ ഉൾപ്പെട്ട മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നിവ ഉൾപ്പെട്ട വിഭാഗക്കാർക്കായിട്ട് പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടാവേണ്ടതും അവരെയും കൂടി നമ്മളോടൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം. വിദേശ രാജ്യങ്ങൾക്ക് അറിയാൻ പറ്റും, UK, US കാനഡയിലും ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക്കിന് വേണ്ടിയുള്ള കോഴ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ പ്രാഗ്മാറ്റിക് മോഡലാണ്. അത് ചാൾസ് പിയേഴ്സിൻ്റെ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. 1878ലും 19th ഇയറിലാണ് ഇത് പ്രാഗ്മാറ്റിക് മോഡൽ അവർ തിയറി ഫോം ചെയ്തത്. അതിനുശേഷം അതിനെ പതുക്കെ സോഷ്യൽ പ്രാഗ്മാറ്റിക് ലെവലിലോട്ടാക്കി. അതിനുശേഷം ഇപ്പം DSP എന്നാണ് അതിന് യൂസ് ചെയ്യുന്നത്. അതിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ക്ലയൻസ് അല്ലെങ്കിൽ നമ്മൾ ചിൽഡ്രനും കെയർ ഗിവേഴ്സും അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കൂട്ടാനാണ് ഈ തിയറി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഓട്ടിസ്റ്റിക് പിള്ളേർ സോഷ്യലാവാൻ മടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ വരുന്നതെന്ന വിഷയത്തിലുള്ള റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഒരു തിയറി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കെയർ ഗീവേഴ്സിന് ഏതൊക്കെ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് പാരൻസിൻ്റെ, സിബ്ലിങ്സിന്, കൂടെയുള്ള വേറെ കെയർ ടേക്കേഴ്സ്, ഗ്രാൻഡ് പാരൻസ്, ഇവർക്കൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ ഇവരുടെ ഓട്ടിസ്റ്റിക് പിള്ളേർക്ക് വേണ്ടി കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആക്കാം, സോഷ്യലാക്കാം എന്ന രീതിയിലാണ് ഈ തിയറി ഉദ്ദേശിക്കുന്നത്. ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള വിഷയത്തിൽ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരുടെ UG സിലബസിൽ കൊണ്ടുവരണം. സോഷ്യൽ വർക്ക് ഏജൻസിയുടെ അവരുടെ ഫീൽഡ് വർക്കിൽ ഓട്ടിസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ വൈസ് അമാനി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ആകൃഷ്ടനായിട്ടാണ് ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വന്നത്. കഴിഞ്ഞ 7 വർഷത്തോളമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. ആരുമില്ലാത്ത ഏറ്റവും അനാഥരായ, ഭിന്നശേഷിക്കാരായ, വിവിധതരം ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോകുന്നത്. നമ്മുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകർ, അമ്പലം, ചർച്ച്, ജമാഅത്ത് ഒക്കെ അവിടെ ഉള്ളവരുടെ അവസ്ഥ നമ്മളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി അന്വേഷിച്ച് ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കി തീർത്തും അനാഥരാണെങ്കിൽ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ഇവിടെ കൊടുക്കുന്നത്. 2016 RPWD ആക്ട് വരുമ്പോൾ 21 ഭിന്നശേഷികളാണ് പറയുക. ഈ 21 ഭിന്നശേഷികളിൽ 4 ഭിന്നശേഷികൾ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതായുണ്ട്. അത് 1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിൽ പ്രതിപാദിക്കുന്ന 4 ഭിന്നശേഷികളാണ്. മെൻ്റലി ചലഞ്ചഡ്, ഓട്ടിസം, സെർവൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. ഇവരെ മന്ദബുദ്ധി അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് എന്നാണ് വിളിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പേര് മാറ്റി മെൻ്റലി ചലഞ്ചഡ്, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർ എന്നാക്കി. അപ്പോഴാണ് ഇൻ്റർനാഷണലി മറ്റൊരു പേര് പറയാൻ തുടങ്ങി, ഡിഫറൻ്റ്ലി ഏബിൾ, ഭിന്നശേഷി. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ദിവ്യാംഗൻ, ദൈവദത്തമായ അംഗമുള്ളവർ എന്നുള്ള പേര് നൽകി. ഇതും കഴിഞ്ഞ് ഇപ്പോൾ ഈ മേഖലയെ വിളിക്കുന്ന പേര് IDD, ഇൻ്റലക്ച്വൽ ഓർ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ ബൗദ്ധിക വെല്ലുവിളി എന്നാണ് പറയുക. ശാരീരിക വളർച്ചയ്ക്കനുസരിച്ചുള്ള മാനസിക വളർച്ച നമുക്കുണ്ടെങ്കിൽ നമ്മുടെ IQ 100 ആയിരിക്കും. 70 താഴെ വരുന്നവരെയാണ് നമ്മൾ ഈ ബുദ്ധി കുറവുള്ളവർ എന്ന് പറയുന്നത്. 50-നും 69-നും ഇടയിൽ മൈൽഡ് അഥവാ നമ്മളൊരു മൃദുവായ ബുദ്ധി വൈകല്യമുള്ളവർ യഥാർത്ഥത്തിൽ ഇതിലൊരു 85% ആൾക്കാരാണ്. അവർ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പഠന പ്രക്രിയയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഒരു 3-4 സ്റ്റാൻഡേർഡ് വരെയൊക്കെ മുന്നോട്ട് പോയേക്കാം. പക്ഷേ കൂടുതൽ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ തട്ടും തടസ്സവുമൊന്നും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലും തൊട്ട് താഴെയുള്ള ഒരു ഇടത്തരം, അതായത് ഒരു 36 മുതൽ 49 വരെയുള്ള അവർക്ക് കുറച്ചുകൂടി ദൈനംദിന കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർ ഈ അതർവൈസ് ഏബിൾഡ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഈ കാറ്റഗറിയിൽ 32ഓളം വകുപ്പുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ്. അതുകൊണ്ട് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അറ്റൻഷൻ പോലും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാരുടെ അവകാശത്തിന് സംരക്ഷിക്കുന്നതിനായി അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നിയമം ഉണ്ടാകുന്നത് 95-ലാണ്.
2016 ഇന്ന് നിലവിലുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്ന RPWD ആക്ട് നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. അതിൽ 3-ാം വകുപ്പ് മുതൽ 48-ാം വകുപ്പ് വരെയും പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷി വ്യക്തികളുടെ അവകാശമാണ്. ആ അവകാശം ലംഘിക്കപ്പെട്ടാൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനങ്ങളോ അവകാശത്തിനെതിരായി പ്രവർത്തിക്കുകയോ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ പിഴയിടാം എന്നും അതിനകത്ത് നിയമവ്യവസ്ഥയുണ്ട്. RPWD ആക്ട് 2016 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റൂളുകളും ഇതിൻ്റെയൊക്കെ റെഗുലേഷൻസും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക ഇത് കേരളത്തോളമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇരട്ടിയോളമോ ഒക്കെ ഉള്ള ഒരു രാജ്യത്തിൽ 5 ലക്ഷമോ 6 ലക്ഷമോ ആളുകളുള്ള രാജ്യത്തിൽ നടപ്പാക്കാവുന്ന പല കാര്യങ്ങളുമാണ് സർക്കാരിന് നടപ്പാക്കാവുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പറഞ്ഞത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിന് അത് സാധ്യമാകുന്ന തലമല്ലാത്തത് കൊണ്ടാണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓട്ടിസം എന്ന് പറയുന്ന കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതിനും അവരുടെ ബിഹേവിയറെയൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിനും ഇപ്പോഴും നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ മൊത്തത്തിൽ ലോകത്ത് തന്നെ വളരെ നല്ലൊരു ട്രെയിനിങ് ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. എൻ്റെ മകൻ ഇപ്പോൾ 19 വയസ്സുണ്ട്. ഞാൻ അവനെ 2 വയസ്സുള്ള സമയത്ത് കൊണ്ടുപോയ തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതേ ട്രെയിനിങ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ മാറ്റങ്ങൾ വരേണ്ട സമയമായി, അല്ലെങ്കിൽ അതിലൊരു കുറച്ചധികം നല്ല രീതിയിലുള്ള പുതിയ ഗവേഷണങ്ങളും അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുള്ള ട്രെയിനിങ് ഒക്കെ വരേണ്ട സമയമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബ്രെയിൻ സിഗ്നൽസ് എടുത്ത് അതിൽ എന്താണ് പ്രോബ്ലം, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കേണ്ടത്, ഏത് റീജിയൻ ഓഫ് ബ്രെയിനിൽ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും, അങ്ങനത്തെ ഒരു അസസ്മെൻറ്റ് ഇന്നത്തെ AI ടെക്നിക്സ് യൂസ്ഫുൾ ആയിരിക്കും. EG സിഗ്നൽസും ഒരു FMRI സിഗ്നൽസും എടുത്ത് ആ സിഗ്നൽസ് എടുത്തിട്ട് എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും എവിടെയാണ് ഏത് പാർട്ട് ഓഫ് ബ്രെയിനിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതും അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു AI ടെക്നിക്സ് വെച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ന്യൂറൽ ലിങ്ക് പോലെയുള്ള കുറേ കമ്പനീസൊക്കെ ചെയ്യുന്നത് ഒരു റിയൽ ടൈം സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരാൾ എന്താ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന സാധനം നമുക്ക് ലാപ്ടോപ്പിൽ കാണാൻ പറ്റുമോ, അങ്ങനത്തെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് റിയൽ ടൈം ചാലഞ്ചാണ്. അപ്പോൾ റിയൽ ടൈം ചാലഞ്ച് ചില സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ചിലതിപ്പോൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ADHD അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ഒരു കോമോർബിഡിറ്റി ആയിട്ട് അതായത് കൂട്ടത്തിൽ ഓട്ടിസവും കൂടി കാണും. പക്ഷേ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പുതിയൊരു വെഞ്ചറിലേക്ക് പോകുന്നുണ്ട്. അതായത് ടു ഹാവ് എ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം. മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ബേസ് ഡയഗ്നോസിസാണ്. അപ്പോൾ ഈ ADHDയും ഓട്ടിസത്തിനും കുറേ മ്യൂട്ടേഷൻസ് ഉണ്ട്, അതായത് പല ജീനിലും മ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു പോപ്പുലേഷൻ ഇങ്ങനത്തെ കിഡ്സിൻ്റെ നമ്മൾ ആ പർട്ടിക്കുലർ ജീൻസ് സീക്വൻസ് ചെയ്തിട്ട് ആ സീക്വൻസിലുള്ള മ്യൂട്ടേഷൻസിനെ പിക്ക് ചെയ്ത് ആ മ്യൂട്ടേഷൻസ് വെച്ച് നമ്മളൊരു ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം, ഒരു ചിപ്പോ അങ്ങനത്തെ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ADHD പോലത്തെ ഡെവലപ്മെൻറ്റ് ഡിസോർഡറുള്ള കുട്ടികളെ നമുക്ക് കൺഫേംഡ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജപ്പാനിലെ ഒരു സ്ഥാപനത്തിൽ, അത് ഷിയോഗാക്കുൻ അത് എൻ്റെ പേര് അറിയപ്പെട്ടത്, അവിടെ ചെയ്തിരുന്നത് അവിടെ ട്രെയിനിങ് നേടിയ ശാരീരിക ശേഷിയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും മെക്കാനിക്കൽ റെപ്പറ്റീഷൻ പറ്റുന്ന ജോലികൾ അത് നാഷണൽ പാനാസോണിക് ഉൾപ്പെടെയുള്ള കമ്പനികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ളവരെ അറിയാവുന്നതാണ്. വളരെ ചെറിയൊരു സാധാരണ ഒരാളുടെ കൂടെ അത്രയും ആയുസ്സൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. അവരുടെ ഭക്ഷണം, വസ്ത്രം, ഔഷധം, അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായുള്ള കാര്യങ്ങൾ, വിദേശങ്ങളിലാണെങ്കിൽ അവരുടെ ഇൻറ്റിമസി റിലേറ്റഡ് ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങളെ പോലും പരിഗണിക്കുന്ന തരത്തിലാണ് അവിടുത്തെ അക്കാഡമിക് ഇത് നടക്കുന്നത്. ജപ്പാനിലും കൊറിയയിലും 1:1. ജപ്പാനിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് 1:2. ഒരു സ്റ്റുഡൻറ്റിന് 2 ടീച്ചർമാരാണുള്ളത്. കൊറിയയിലാണെങ്കിൽ 1:1 ആണ് ജനറലി ഉള്ളത്. പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, തെറാപ്പി, അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ വേണ്ടി അതിനെല്ലാം അവിടെ ടീമുകളുണ്ട്. മെഡിസിൻ ട്രീറ്റ്മെൻ്റ് എല്ലാം ഫ്രീ ആയി. ഏതെങ്കിലും തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ടോട്ടലി ഗവൺമെൻറ് പൗരനാണ്. അവരെ സംബന്ധിച്ച് മറ്റുള്ള വികസിത രാജ്യങ്ങളിൽ പലയിടത്തും അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന ശിശുവിനെ, പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ പുതിയ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സയൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഉപയോഗിച്ച് ജെനറ്റിക്കലായിട്ടുള്ള മനസ്സിലാക്കൽ നടത്താനും മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാനുമുള്ള സംവിധാനവും
നിയമങ്ങളും അവിടെയുണ്ട്. Scandinavian model, which became quite famous after the Second World War. It started before, but developed after the Second World War. Everybody should have an opportunity to participate in the society. Nobody should be dependent on their family. So the state should be supportive for caring of security, welfare, money, etc. It is imperative that persons with disabilities have the same choices as people who do not have disabilities. And one of this is the choice to live independently with or without supports in the community. It is imperative that all people with disabilities have a choice. Make it happen. എല്ലാം കഴിഞ്ഞിട്ട് ആരുമില്ലല്ലോ. പരിപൂർണതയുള്ള മനുഷ്യൻ ദൈവവും അപൂർണതയുള്ള ദൈവം മനുഷ്യനുമാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് വാസ്തവത്തിൽ അവരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിനാണ് വേണ്ടത്. നമുക്ക് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സ്നേഹവും വാത്സല്യവും നൽകുക എന്നുള്ളതാണ്. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അഡോളസെൻറ്റ് ഞാൻ പണ്ട് കണ്ടത്. എന്നെ നിങ്ങൾ നോർമലായിട്ടാകാൻ നിർബന്ധിക്കരുത്. ഐ ആം ലൈക്ക് ദിസ്, പ്ലീസ് ആക്സെപ്റ്റ് മീ ആസ് ഐ ആം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് പർപ്പസ്ഫുള്ളി, ഇറ്റ് ഈസ് മൈ ബ്രെയിൻ, ഐ കാൺ കൺട്രോൾ ഇറ്റ് എന്ന്. ഡോണ്ട് ലാഫ് അറ്റ് ദം. അവരെ കളിയാക്കി ചിരിയേക്കുന്ന പോലെ പറയരുത്. പക്ഷേ അവരോടൊപ്പം ചിരിക്കുക, തമാശ പറയുക, കുസൃതി കാണിക്കുക, അവർക്ക് വേണ്ട വിധത്തിലുള്ള അവബോധം കൊടുക്കുക, അവയർനെസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളുടെ പരിമിതികളോടും കഴിവുകളോടും കൂടി ആ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പരിമിതികൾ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനും കഴിവുകൾ വളർത്തിയെടുക്കാനും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ടത് സഹതാപം അനുകമ്പയൊന്നുമല്ല, അവർക്ക് വേണ്ടത് നമ്മുടെ സ്നേഹം, വാത്സല്യം. നിങ്ങൾ എന്നെ സ്വീകരിക്കുകയില്ലേ, എനിക്ക് വേറെ ആളായിട്ട് മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുകയില്ലേ എന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാതിരിക്കരുത്. Let's remember that our progress is measured by our commitment to inclusivity and respect for all individuals, regardless of their capabilities or lack of them. By building up a more inclusive society, we not only uplift those with intellectual disabilities, but also enrich our own lives, whereby the fabric of our society is seamlessly attractive.